കഷണ്ടിയെ നേരിടാം. മുടികൊഴിച്ചൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. എന്നാൽ മുടികൊഴിഞ്ഞ് കഷണ്ടിയാവുക എന്ന ഭീഷണി നേരിടുന്നത് കൂടുതലായും പുരുഷന്മാരാണ്. 50കളിൽ എത്തുമ്പോഴേക്കും 85% പുരുഷന്മാരുടെയും മുടി നേരിയ തോതിലെങ്കിലും കൊഴിയാൻ ആരംഭിക്കുന്നു. അപൂർവം ചിലരിൽ 21 തികയുന്നതിന് മുൻപും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. മുടികൊഴിച്ചിലിനെ കുറിച്ച് ഏറെ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാണ് സ്ഥിരമായി തൊപ്പി വെച്ചാൽ മുടി കൊഴിയുമെന്നത്. അതുപോലെ കൂടെ കൂടെ മുടിയിൽ വിരലോടിക്കുന്നതും മുടി കൊഴിയുന്നതുമായി ഒരു ബന്ധവുമില്ല. വ്യത്യസ്തമായ രീതിയിൽ മുടി ചീകുന്നതും മുടിയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ പുകവലിയും മുടികൊഴിച്ചിലും തമ്മിൽ ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് കഷണ്ടിയെ ഭയക്കുന്നവർ പുകവലി ഉപേക്ഷിക്കുകയാണ് ഉത്തമം. മുടി കൊഴിയുന്നതും ഒരു വ്യക്തിയുടെ ആരോഗ്യവുമായി ബന്ധമൊന്നുമില്ല. മുടികൊഴിച്ചിൽ ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണവുമല്ല. എന്നാൽ കഷണ്ടി പ്രായം കൂടുതൽ തോന്നിക്കാൻ കാരണമാകുമെന്ന് മാത്രം. പാരമ്പര്യമാണ് 95% പേരിലും കഷണ്ടിക്ക് കാരണമാകുന്നത്. അച്ഛനമ്മമാരിൽ ഏതെങ്കിലും ഒരാൾക്ക് മുടികൊഴിയുന്ന പാരമ്പര്യമുണ്ടെങ്കിൽ ജനിതകമായി മക്കൾക്കും അത് പകർന്നു കിട്ടാം. ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണാണ് കഷണ്ടിക്ക് കാരണമാകുന്നത്. രോമകൂപങ്ങൾ ചുരുങ്ങി മുടി വളർച്ച കുറയുന്നതിന് ഈ ഹോർമോൺ കാരണമാകുന്നുണ്ട്. വിറ്റാമിൻ എ അധികമുള്ള ചില ഇനം മരുന്നുകളും മുടികൊഴിച്ചിലിന് കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കാതിരിക്കുന്നതും മനസംഘർഷം മുടി കൊഴിയാനും കാരണമായേക്കും. മുടി കൊഴിഞ്ഞതിനു ശേഷം അതേക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ തടയുന്നതാണ് നല്ലത്. ഓരോരുത്തരുടെയും മുടികൊഴിച്ചിലിന് കാരണം കണ്ടെത്തി പ്രതിവിധി കണ്ടെത്തുന്നതാണ് ഗുണകരം. എന്നാൽ വിപണിയിൽ അവകാശവാദവുമായി വരുന്ന ഉൽപ്പന്നങ്ങൾ കരുതലോടെ മാത്രമേ ഉപയോഗിക്കാവൂ. കഷണ്ടിക്ക് മരുന്നില്ലെന്ന് വെറുമൊരു പഴഞ്ചൊല്ല് മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. ചില മരുന്നുകൾ മുടികൊഴിച്ചിലിന്റെ വേഗത കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവയുടെ ഉപയോഗം നിർത്തിയാൽ വീണ്ടും കൊഴിച്ചിൽ തുടരും. കഷണ്ടിയെ മറയ്ക്കാൻ ഒട്ടേറെ മാർഗങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒട്ടേറെ വിഗുകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റും ഇപ്പോൾ സാധാരണമാണ്. തലയിൽ മുടിയുള്ള ഭാഗത്തു നിന്ന് എടുത്ത് കഷണ്ടിയുള്ള സ്ഥലങ്ങളിൽ വച്ച് പിടിപ്പിക്കുന്നത് രീതിയാണ് ട്രാൻസ്പ്ലാന്റിംഗ്. 2 മാസത്തിനു ശേഷം ആദ്യം പിടിപ്പിച്ച മുടി കൊഴിഞ്ഞു പോവുകയും പുതിയ വളരുകയും ചെയ്യും. ഒട്ടേറെ ഘടകങ്ങളുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റിംഗ് പക്ഷേ ചെലവേറിയതാണ്. മരുന്ന് പൂർണ്ണ പരിഹാരമല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ മറ്റു മാർഗങ്ങൾ തേടുകയാണിന്ന്. മുടി അനുയോജ്യമായ രീതിയിൽ മുറിച്ചും കനം കുറച്ചും കഷണ്ടിയുടെ പ്രകടമായ കാഴ്ച മറയ്ക്കാൻ കഴിയും. ആരോഗ്യകരമായ ഭക്ഷണവും ശ്രദ്ധയോടെയുള്ള പരിചരണവും മുടികൊഴിച്ചിൽ കുറയ്ക്കും. ഈ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ആരോഗ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.